അങ്ങനെ ഇപ്പോൾ നമ്മൾ 50 ചാക്ക് സിമെൻറ്റ് കയറ്റി നമ്മൾ തേപ്പ് ഒരു പെരയ്ക്ക് തേപ്പിനുള്ളതാണ്. നമ്മളതും കൊണ്ട് ഇങ്ങനെ പോവാണ്. പാലം കഴിഞ്ഞ് അരീക്കോട് പാലം കഴിഞ്ഞ് ഇങ്ങനെ സൗത്ത് പുത്തലെത്തി. നമ്മൾ കിടങ്ങായിക്കാണ് ഓർഡറുള്ളത്. ഇവിടുന്ന് റൈറ്റ് കയറി മഞ്ചേരി റോഡ് കയറി ഇങ്ങനെ ഒരു 5-6 കിലോമീറ്റർ. നമ്മളിപ്പോൾ 12 കയറ്റം കയറി ഇങ്ങനെ നിൽക്കണം. ഇവിടെയാണ് മിക്ക ലോറികളും ഇങ്ങനെ കൊടുങ്ങൽ വലിയ മുട്ടിയായിട്ട്. അപ്പം നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പോവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാവനൂർ പഞ്ചായത്ത് ആ ഇറക്കട് തുടങ്ങുമ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ കാവനൂർ പഞ്ചായത്തിലേക്ക് കയറി. അങ്ങനെ നമ്മൾ കാവനൂർ അങ്ങാടിക്ക് കയറാൻ പോകണം. ഈ കയറ്റം കയറിയിട്ട് ഈ കാവനൂർ അങ്ങാടിയായി. രാവിലെ നല്ല മഴയാണ്, ഇപ്പോൾ നല്ല വെയിലാണ്. നമുക്ക് വേനാണ് നല്ലത്. ആർപ്പായ കെട്ടുണ്ടാക്കി മൂടി കെട്ടി കയറിട്ട് കെട്ടി മഴയൊക്കെ പെയ്യൂല. ആരത് മഴ പെയ്ത ഉള്ളിൽ കറങ്ങുമോ ആ ഒരു ഇത് വേറെ. അങ്ങനെ നമ്മളിപ്പോൾ കാവനൂർ അങ്ങാടി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് പോവാണ്. ഇനി നേരെ അടുത്ത ഇത് പറഞ്ഞാൽ എളയൂർ കഴിഞ്ഞ് മാടാര കഴിഞ്ഞിട്ട് കാരാപറമ്പ് കഴിഞ്ഞിട്ട് ഇറക്കേണ്ട സ്ഥലമാണ് തോന്നുന്നുണ്ട്. എന്തിനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞത്, സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. അതുപോലെ എത്തിയാലും അറിയാം. കിടങ്ങായിക്കാണ്. അപ്പോൾ അങ്ങനെ പോയോണ്ട് നിൽക്കുകയാണ്. ഈ ഇറക്കം ഇങ്ങനെ കഴിയുന്നതോടുകൂടി എളയൂരെത്തി. എളയൂർ അങ്ങാടി. കുറേ ദിവസമായി ഒരു ഓട്ടം കിട്ടിയിട്ട്. മഴ ഓട്ടം കമ്മിയാവും. ഇവിടെയാണ് എളയൂർ അങ്ങാടി. ബാഗ് കുറച്ച് കഴിഞ്ഞു പോയി. ഫുൾ ഫ്ലക്സാണ്. ഫുൾ ഫ്ലക്സ്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇടയിൽ ഈ അങ്ങാടി വിട്ടു. അത് ഞാൻ ചെങ്ങര അതിൻ്റെ ഇടയിലൊരു അങ്ങാടിയുണ്ട്, ചെങ്ങര. ഇപ്പം നമ്മൾ ചെങ്ങരെത്തി. ലോറി. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി. എവിടെ അറിയോ, ഈ ഇങ്ങോട്ട് പോണതോടുകൂടി എവിടെ എത്തി, ഇതിങ്ങോട്ട് പറയല് കാരാപറമ്പ് എത്തി. അടുത്തതാണ് കിടങ്ങായി. അങ്ങനെ നമ്മൾ കിടങ്ങായി കഴിഞ്ഞ് ഇങ്ങനെ കയറ്റം കയറുകയാണ്. കിടങ്ങായി കഴിഞ്ഞു. അയ്യോ ചത്തി. കിടങ്ങായി എത്തി. ഇനി ലൊക്കേഷൻ നോക്കട്ടെ കേട്ടോ, ഫോണിലാണ്. അപ്പോൾ നമ്മളങ്ങനെ കിടങ്ങായി എത്തി. ചോദിച്ചു നോക്കട്ടെ. കിടങ്ങായി എത്തിയില്ല. ഇതതിൻ്റെ മുന്നത്തെ സ്ഥലം. ഞാൻ കുറച്ചുകൂടി പോകണ്ട് കിടങ്ങായിക്ക്.
നമ്മൾ കിടങ്ങായിന്ന് കല്ലിടുമ്പക്കിലെ റോഡ് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോവാണ്. നല്ല കയറ്റാം, കാണുമ്പോൾ ചെറിയ കയറ്റുള്ളൂ, പക്ഷെ വണ്ടിക്ക് ഇത് വലിയ കയറ്റാം. അങ്ങനെ ലൊക്കേഷൻ തപ്പി ഇങ്ങനെ പോവാണ്. പറഞ്ഞ വഴി ഇതാണ്, എത്തും നോക്കി നോക്കാം. ഫോണടിച്ചിങ്ങനെ പോകും. ഇവിടെ മുകളിലെ താഴത്തെ ആൾക്കാരുണ്ടെങ്കിൽ കണ്ട്. നമ്മൾ ദുഷ്കരമായ വഴികളൊക്കെ കഴിഞ്ഞു, സൈറ്റിലെത്തി. ലോഡൊക്കെ അങ്ങനെ കഴിഞ്ഞ ഒരു ചാക്കൂടിയേ ഉള്ളൂ, 1-2 ചാക്കോ 4 ചാക്കോ ഒറ്റേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവാം. അങ്ങനെ അതപ്പോൾ നമ്മൾ ഇവിടുത്തെ സാധനമൊക്കെ ഇറക്കി, സിമെൻ്റ് ഇറക്കി കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് അരിക്കോട് പോവാം. ഡീസൽ അടിക്കണം. നമ്മൾ ഈ റോഡ് നേരെ പോയ മരത്താണിയോ, ഇതല്ല അതിൻ്റെ അപ്പുറത്തെ റോഡ് മരത്താണി. ഇങ്ങനെ ചുരം മാറ്റി ഇങ്ങനെ കയറി ഐഷ് ദോസ്ത ലോഡും കൂടി ഇല്ലെങ്കിൽ അങ്ങ് ചാടി കളിച്ചോണ്ട് കാലി വണ്ടി ആകുമ്പോൾ പ്രശ്നമാണ്. അങ്ങ് ചാടി കളിച്ചു. എന്നാൽ ലോഡ് വെച്ചാൽ വലിയ കയറ്റം കയറുമോ ആവില്ല. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി ഫുള്ള് കഴിഞ്ഞു. നേരെ പമ്പ് കയറി ഡീസൽ അടിക്കണം. അത് കഴിഞ്ഞ് നേരെ അരീക്കോട് ഇങ്ങനെ പോകണം. ജിയോൻ്റെ പമ്പുണ്ട്, അവിടെ കയറി അങ്ങനെ പോവാണ്. അപ്പം നമ്മളെ ഡാഡി അങ്ങോട്ട് പോയി വണ്ടിയിൽ. അപ്പം നമ്മൾ സെയിൽസിൻ്റെ പേര് പിന്നെയും പറഞ്ഞല്ലോ, കാരാപറമ്പ് ഇങ്ങനെ കഴിഞ്ഞ് ഇവിടെ വളവ് കഴിഞ്ഞാൽ ജിയോൻ്റെ പമ്പുണ്ട്. ജിയോൻ്റെ പമ്പ് കയറുന്നോ ഡീസൽ അടിക്കുന്നോ നമ്മൾ ജിയോൻ്റെ പമ്പ് കയറി ഡീസൽ അടിക്കണം. നല്ല പമ്പാണ്, എല്ലാ സൗകര്യമുണ്ട്, കഫയുണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ റൈറ്റേക്കാറ്. കളിക്കളത്തിൽ ആവേശം, യാത്രത്തിൽ വിശ്വാസം. ആരംഭിക്കാം ആമിനാസ് പെട്രോളിയം. അങ്ങനെ നമ്മൾ പമ്പൊന്ന് ഡീസലൊക്കെ അടിച്ച് ഒക്കെ ഫില്ലാക്കിയില്ല, ഡീസലൊക്കെ അടിച്ചു. പമ്പിന്ന് ഡീസലൊക്കെ അടിച്ചു ഇങ്ങനെ ഇറങ്ങി. ഇങ്ങനെ പയ്യെ നാട്ടിലേക്ക്. പക്ഷെ കട്ട പൊന്തില്ല ഡീസലിൻ്റെ. 300 റുപ്യക്ക് അടിച്ചാണ്, എന്നിട്ടും പൊന്തില്ല. കഴിഞ്ഞ പ്രാവശ്യം 200 റുപ്യക്ക് അടിച്ചപ്പോൾ പൊന്തിന് ഒരു കട്ട. എന്താ അറിയില്ല. സ്ഥലത്തിൻ്റെ പേരാണ് മാടാരക്കുണ്ട്. മാടാരക്കുന്നിൻ്റെ അപ്പുറത്ത് എളയൂർ. കാവനൂർ എത്തി. കാവനൂർ നമ്മൾ 12 കയറ്റം ഇങ്ങനെ കയറുകയാണ്. ഈ കയറ്റം കയറി അറക്കട ഇറങ്ങിയോടുകൂടി അരീക്കോട് പഞ്ചായത്തായി. അതാണ് പഞ്ചായത്ത് ബോർഡർ. അങ്ങനെ നമ്മളിങ്ങനെ അരീക്കോട് പഞ്ചായത്തായിട്ടോ അറക്കം ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ അടിയിൽ സൗത്ത് പുത്തളത്ത്, അവിടെ നിന്ന് നേരെ അരീക്കോട്. പിന്നെ വണ്ടി ആൾട്ടാക്കാണ്. ഇപ്പം ഇന്നത്തെ കഴിഞ്ഞു. ഞാൻ വേറെ ഏതെൻ്റെ പോകും. അങ്ങനെയാണ് മധുരടി. നമ്മളങ്ങനെ പുത്തലത്തെത്തി. പുത്തലം സ്ട്രൈറ്റ് അരീക്കോട്. അങ്ങനെ നമ്മൾ അരീക്കോട് എത്തി. ഇനി വണ്ടി ആൾട്ടാക്കാൻ പോവാണ്. നമ്മൾ വണ്ടിയൊക്കെ നിർത്തി നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വരെ പോവാണ്.